കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 11:36-37 വാക്യങ്ങളിൽ വിശ്വാസികളുടെ പട്ടിക പേര് പറഞ്ഞ് വന്നിട്ട് അവസാനം വേറെ ചിലർ എന്ന് ചേർത്തിരിക്കും. വേറെ ചിലരും വിശ്വാസത്താൽ പീഡിപ്പിക്കപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് അവിടെ എഴുതി കാണിക്കുന്നത്. അവിടെ വായിച്ചു നോക്കണം. 11:36 മുതൽ അവരുടെ അഡ്രസ്സ് പറഞ്ഞിട്ടില്ല, അവരുടെ പേര് പറഞ്ഞിട്ടില്ല, അവരെവിടുത്തുകാരെന്ന് പറഞ്ഞിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിമാർ ഒരുപാട് ക്രിസ്ത്യാനികൾ ബുദ്ധിമുട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ വേദനപ്പെടുത്തി കൊന്നിട്ടുണ്ട്. എന്നാൽ അവരത് അനുഭവിച്ചു, അവരത് നേരിട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ തങ്ങളുടെ പേരിനായി കർത്താവിനെ സേവിച്ചവരല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ലോകം അവർക്ക് യോഗ്യമല്ലാതെ. അതാണ് ഒന്നാമത്. വേറെ ചിലർ ഗലാത്യ ലേഖനം 6:7 ആണെന്ന് തോന്നുന്നു. 6-ാം അധ്യായത്തിലായി. അതായത് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ഇതാണ് ചെയ്യരുത്, വിമുഖത പാടില്ല, അതിൽ മുഷിപ്പ് വരാൻ പാടില്ല. മനസ്സിലായോ? അത് ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല കാര്യങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ക്രിസ്തു ഉള്ളവര് അവരുടെ ജീവിതം ക്രമപ്പെടുത്തി നന്മ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അതിന് പ്രത്യേകമായ അപ്രീസിയേഷനോ അംഗീകാരമോ ഫോട്ടോ ഇട്ട മാസിക വരികയോ അല്ലെങ്കിൽ വളരെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു വരികയോ ആരെങ്കിലും നമ്മളെ അങ്ങനെ കമന്റ് ചെയ്ത് മഹത്വപ്പെടുത്താൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനോട് സ്വീകരിക്കരുത്. നാം വാസ്തവത്തിൽ രഹസ്യമായി ചെയ്യണം. യേശു കർത്താവ് തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും നന്മ ചെയ്യാനായിട്ട് ധനപരമായി ചെയ്യണമെങ്കിൽ ഒരു കൈ ചെയ്യുന്ന മറ്റേ കൈ അറിയരുത്. ആ രീതിയിൽ രഹസ്യമായി സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു ബാലകന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ആ ബാലകന് ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. എങ്ങനെ അറിയാം? അവന്റെ കയ്യിലുള്ളത് ബാർലി കൊണ്ട് യവത്തപ്പം അല്ലെങ്കിൽ ബാർലി കൊണ്ടുണ്ടാക്കിയ ചെറിയ അടകളാണ്. 5 അടകൾ. അത് കുഞ്ഞിന് കഴിക്കാനുള്ള അത്രയ്ക്കേ ഉള്ളൂ. അവന് അത് യേശുവിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നതൊന്നുമല്ല, അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ കരുതി കൊടുത്തതാണ്. സാധാരണ യഹൂദന്മാരെല്ലാം ഇങ്ങനെയൊക്കെ മീറ്റിങ്ങുകളിലോ യോഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഭക്ഷണം കൂടെ കരുതുന്ന സ്വഭാവം. അത് ആ പെട്ടെന്നുള്ള നീഡില് ചോദിച്ചപ്പോൾ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആലോചിക്കാതെ അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാൻ അവൻ സന്നദ്ധനായി. ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ക്ഷണത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ, കയ്യിലിരിക്കുന്നത് കൊടുക്കുവാൻ, അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുവാൻ നാം എപ്പോഴും റെഡിയായിരിക്കണം. അല്ലാതെ ഉടനെ പോയി അവിടെ പോയി അല്ലെങ്കിൽ അവരെ ചോദിച്ചു ഇതോട് ചോദിച്ചു വലിയ ഒരു ലോറി കൊടുക്കണമെന്നല്ല. വളരെ നിസ്സാരമാണെങ്കിൽ പോലും കയ്യിലിരിക്കുന്നത് ഉടനെ കൊടുക്കുവാൻ സഹായിക്കുവാൻ നമ്മൾ തയ്യാറാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ പിന്നെയും നമുക്ക് ചിന്തിക്കുന്നത് 12 മർക്കോസ് എഴുതിയ സുവിശേഷം 12:42 ഒരു വിധവയുടെ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു വിധവ, അവൾ 2 വെള്ളിക്കാശ് ദൈവത്തിന്റെ ആലയത്തിൽ ഇട്ടതായിട്ട് കാണും. മറ്റാരും ഒരു ശ്രദ്ധിച്ചില്ല. ഈ വിധവയുടെ പേരില്ല, ഇവിടുത്തെ കാര്യമൊന്നും പേരില്ല, ഒന്നുമില്ല. യേശു കർത്താവ് അത് നോട്ട് ചെയ്തു. യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ആ അമ്മച്ചിയുണ്ടല്ലോ, ആ അമ്മ, അവരാണ് ഇന്ന് ഭണ്ഡാരത്തിൽ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത്. അവരുടെ ഉപജീവനം നടത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മെ കാണുന്ന ഒരാളുണ്ടാകും. ഞാൻ ഒരു വാക്യം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ ഉടനെ വായിക്കുകയും വേണം. അതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്. മലാഖായി 3:16-17 മലാഖിയുടെ പുസ്തകം, പഴയ നിയമത്തിലെ അവസാന പുസ്തകത്തിലെ 3-ാം അധ്യായം 16-17-18 ഒന്ന് വായിക്കുവാൻ അവിടെ നമുക്ക് കാണുന്നത് അപ്പൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ട്. അതിലെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും മിസ് ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ കുഞ്ഞെ, നിനക്ക് വേണ്ട ആദരവ് കിട്ടിയില്ല, അംഗീകാരം കിട്ടിയില്ല, ഈ ലോകത്തിലെ ഒരു മാന്യത ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നന്മ ചെയ്യുന്നതിൽ തുടരുക, അതിൽ ക്ഷീണിച്ചു പോകാതെ തുടരുക. ദൈവം നിശ്ചയമായിട്ടും
അവിടെ നിന്ന് പ്രതിഫലം തരും, ഈ ഭൂമിയിൽ തരും, പിന്നെ അവിടെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴും കിട്ടും. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ നമ്മൾ ക്ഷീണിച്ചു പോകരുത്. കർത്താവിനായി കഷ്ടം അനുഭവിക്കുന്നതിൽ നമ്മൾ ഒരു വിധത്തിലും വെറുകരുത്. കർത്താവിനെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, കർത്താവ് നമ്മെ കാണുന്നുണ്ടെന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.